നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്. ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താനാണ് കോടതി നിശ്ചയിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചീഫ് വിജിലൻസ് ഓഫീസർ ഇന്ന് കോടതിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും അടങ്ങിയിട്ടുള്ളതായി കോടതി വ്യക്തമാക്കി. സ്വർണ്ണപീഠം കണ്ടെത്തിയാൽ മാത്രമല്ല, ശബരിമലയിലുള്ള സ്വർണത്തിൻ്റെ ഒരു കാര്യത്തിൽ ഒരു കണക്കുമില്ല എന്ന വിവരങ്ങളാണ് വിജിലൻസ് SP കോടതിയെ അറിയിച്ചിരിക്കുന്നത്. തിരുവാഭരണം രജിസ്റ്ററിലാണ് ശബരിമല സ്വർണം സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ശബരിമലയിലെ സ്ട്രോങ് റൂം വിശദമായി പരിശോധിച്ചിരുന്നതായും വിജിലൻസ് SP പറയുന്നു. സ്വർണ്ണപ്പാളികളുടെയും പീഠത്തിൻ്റെയും രണ്ടാമതൊരു സെറ്റ് കൂടി ഉണ്ടെന്നും അത് ശബരിമലയിലെ സ്ട്രോങ് റൂമിലോ മറ്റോ ഉണ്ടാകുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി നിർദ്ദേശപ്രകാരം സ്ട്രോങ് റൂം അടക്കം വിജിലൻസ് പരിശോധിച്ചത്. എന്നാൽ അത്തരത്തിൽ ഒന്നും തന്നെ സ്ട്രോങ് റൂമിൽ ഇല്ലായിരുന്നു എന്നാണ് വിജിലൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. 1999 ശബരിമല ക്ഷേത്രത്തിൻ്റെ ശ്രീകവാടം സ്വർണ്ണപ്പാളി കൊണ്ട് പൂശിയതിന് 30 കിലോയിലധികം സ്വർണം ഉപയോഗിച്ചതായാണ് ഏകദേശ കണക്ക്. കൊടിമരത്തിന് സ്വർണം പൂശിയതിന് എന്തുമാത്രം സ്വർണം ചെലവായി, ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങളുടെ മൂല്യം എത്രയൊക്കെയാണ് എന്നതടക്കം ഒരു തരത്തിലും, പ്രത്യേകിച്ച് സ്വർണത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഒരു കണക്കുമില്ല എന്നതാണ് വിജിലൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സ്ട്രോങ് റൂമിൽ സ്വർണ്ണാഭരണങ്ങൾ ഒരു പെട്ടിയിലും സ്വർണ്ണ നാണയങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രജിസ്റ്ററുകളിൽ ഒന്നിനെയും സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ശബരിമലയിലുള്ള വസ്തുക്കളെ സംബന്ധിച്ച ഒരു കണക്കുകളും വിവരങ്ങളും രജിസ്റ്ററുകളിൽ ലഭ്യമല്ല എന്നാണ് വിജിലൻസ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. 2019 സ്വർണ്ണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം മാസ്റ്ററിൽ രേഖപ്പെടുത്തിയില്ലെന്നും വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പുവരുത്തേണ്ട ഒരു ക്ഷേത്ര സമിതിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചയാണ് ഉണ്ടായതെന്നും കോടതി നേരത്തെ വിമർശിച്ചിരുന്നു. സ്വർണ്ണപ്പാളി കേസിൽ വിശദമായ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ശ്രീകോവിലിലെ ദ്വാരകപാലക ശില്പം പൊതിഞ്ഞ സ്വർണ്ണപ്പാളികളുടെ ഭാരം എങ്ങനെ 4 കിലോയോളം കുറഞ്ഞുവെന്നും കോടതി ചോദ്യം ഉന്നയിച്ചിരുന്നു. സ്വർണ്ണമടക്കം പൂശിയ പാളിയുടെ ഭാരത്തിലെ ചേർച്ചക്കുറവ് എങ്ങനെ സംഭവിച്ചുവെന്ന് റിപ്പോർട്ട് നൽകാൻ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ചീഫ് വിജിലൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ശബരിമലയിലെ സ്വർണത്തിൻ്റെ അടക്കം മൂല്യം നിർണ്ണയിക്കാനായി ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിയെ നിയമിക്കാനാണ് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമലയിലെ കെടുകാര്യസ്ഥതയെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് അടക്കമുള്ള പങ്ക് അന്വേഷിക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ദ്വാരകപാലക ശില്പത്തിൻ്റെയും സ്വർണ്ണപ്പാളികളുടെയും വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രമല്ല, ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അടക്കം പങ്ക് അന്വേഷിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ഇവ തിരികെ കൊണ്ടുവന്നപ്പോൾ തൂക്കി നോക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്വം പോലും ദേവസ്വം ബോർഡ് കാണിച്ചില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. ശബരിമലയിലുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷണം സംബന്ധിച്ച ഒരു വിവരവും അറിയിക്കരുത് എന്ന് പറഞ്ഞ കോടതി ദേവസ്വം ഉദ്യോഗസ്ഥരെ അടക്കം സംശയത്തോടെയാണ് കാണുന്നത് എന്നും വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ അന്വേഷണം രഹസ്യ സ്വഭാവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം.